ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലീറ്റഡ് വീനക്ക് എയർലൈൻ കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലീറ്റ്സ് വന്നേ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. പിന്നെ ഇതുമ്പോൾ ചെയ്തിട്ടിരിക്കുന്ന ബീഡ്സ് വർക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലോട്ട് പോവാം. ജോർജറ്റ് 3.5 മീറ്ററും ലൈനിങ്ങിന് വേണ്ടി ക്രേപ്പ് 2.5 മീറ്ററുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബാക്ക് പോർഷനാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. അതിനായിട്ട് ലൈനിങ് എന്ന് ഒരു മീറ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിങ്ങനെ 2 മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു ടോപ്പ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബോഡിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വിഡ്ത്തായിട്ട് 4 ഇഞ്ചും കറക്റ്റ് സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ചും അതേപോലെ താഴത്തോട്ട് ലെങ്ത് ആയിട്ട് 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ റൗണ്ട് നെക്കാട്ടോ ബാക്കിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ 39 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിനേക്കാൾ 2 ഇഞ്ച് കൂടുതലായിട്ടോ നമ്മളെപ്പോഴും ടോപ്പ് പോർഷൻ്റെ മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 39 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഡൗൺ വിഡ്ത്തായിട്ട് 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോർണറിൽ കറക്റ്റ് കോർണറിൽ ഒരു 2 ഇഞ്ച് മേലേക്ക് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ഒന്ന് കേവായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ താഴെ കുറച്ച് കർവായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർണറിൽ 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ കേവായിട്ട് വരച്ചിട്ടെടുക്കുന്നത്. ഇനി താഴെ നമ്മൾ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബോഡിയിലോട്ട് ആ കോർണറിൻ്റെ അവിടെ നിന്ന് നേരെ ബോഡി മാർക്ക് ചെയ്തില്ല അങ്ങോട്ടേക്കൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മൾ സ്ലിറ്റൊന്നും വെക്കുന്നില്ല. നെക്കിൻ്റെ അവിടെയും കൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോഡിയുടെ അവിടെ നമ്മളൊരു 1 ഇഞ്ച് തന്നെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് ലൂസ് ആക്കണമെങ്കിൽ ആക്കൊക്കെ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. ബോഡിയുടെ കൊണ്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതേ 2 മടക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്ക് പോർഷൻ ഇതേ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ നമ്മൾ ബാക്ക് പോർഷൻ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ മാർക്കിങ് ഇവിടെ ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ലെങ്ത്തായിട്ട് ലൈനിങ്ങിൻ്റെ ലെങ്ത്തായി 39 ആണ് എടുത്തെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്തായിട്ട് 41 എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. പക്ഷേ വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടു. അങ്ങനെ 41 ഇഞ്ച് എടുത്തിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതേ ലൈനിങ്ങും അതേപോലെ മെയിൻ ക്ലോത്തും ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്തിട്ടെടുക്കണം. ഫ്രണ്ട് പോർഷൻ്റെ ടോപ്പ് പോർഷൻ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 മീറ്റർ ക്ലോത്ത് ഇവിടെ ലൈനിങ് 2 മടക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് എൻ്റെ ടോപ്പ് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ ടോപ്പ് ഉണ്ടല്ലോ, അതേ ടോപ്പ് എടുത്ത് വെച്ചിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോഡി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ താഴത്തോട്ട് ലെങ്ത്തായിട്ട് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഡീപ്പായിട്ടുള്ള നെക്കാട്ടോ അത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. നമ്മൾ വീനക്കാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മേലിൽ നിന്ന് അതേപോലെ തന്നെ ഒരു 6.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 6.5 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ടോപ്പിൻ്റെ ലെങ്ത്തായിട്ട് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്തായിട്ട് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബോഡി ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതാണ്.
ഇനി കോർണറിന് 13 ഇഞ്ച് മാർക്ക് ചെയ്ത ആ കോർണറിന് 6.5 ഇഞ്ചിക്ക് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക, നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി തയ്യൽ തുമ്പായിട്ട് ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, ബോഡിയുടെ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ താഴൊന്ന് മേലിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, നെക്കിൻ്റെ അവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതേ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് മെയിൻ ക്ലോത്ത് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതേ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ലൈനിങ്ങും അത് മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു ലൈനിങ് കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ലൈനിങ് കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ 2 ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനാദ്യമായിട്ട് ഒരു ലൈനിങ് വയ്ക്കുക, അതിൻ്റെ മേലെ നമ്മുടെ മെയിൻ ക്ലോത്ത് വയ്ക്കുക, എന്നിട്ട് ബാക്കിയുള്ള ലൈനിങ് അതിൻ്റെ മേലെ വയ്ക്കുക. അങ്ങനെ 3 ലെയറാക്കിയാണ് നമ്മൾ വെക്കുന്നത്. ലൈനിങ് വയ്ക്കുക, മെയിൻ ക്ലോത്ത് വയ്ക്കുക, അതിൻ്റെ താഴെ ലൈനിങ് വയ്ക്കുക, അങ്ങനെ കേട്ടോ. എന്നിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി ബാക്കിയുള്ള പോർഷൻ, ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി സെൻറ്ററിലൊന്ന് കട്ട് കൊടുക്കുക. ഇനി ലൈനിങ് മാത്രം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് മറിച്ചിട്ടു. ഇനി നെക്ക് ലൈൻ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വന്ന ലൈനിങ് 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 13 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 13 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി 6.5 ഇഞ്ച് മാർക്ക് ചെയ്തതും 13 ഇഞ്ച് മാർക്ക് ചെയ്തതും നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്ക് പോർഷൻ എങ്ങനെയാണോ മാർക്ക് ചെയ്തത്, ബോഡി മാർക്ക് ചെയ്യുക, അതേപോലെ താഴത്തെ ലെങ്ത്തും ഒരേപോലെ തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി എക്സ്ട്രാ തയ്യൽ തുമ്പ് വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ ഞാൻ താഴെ കട്ട് ചെയ്തു. ഇനി ബോഡിയും കൂടെ അങ്ങനെ കട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ബോഡിയും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്ക് പോർഷൻ്റെ ലൈനിങ് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഓൾറെഡി നമ്മൾ 13 ഇഞ്ചും 6 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ആ കോണർ, അപ്പോൾ ബോഡി നമുക്ക് കിട്ടിയല്ലോ. ഇനി ആ കോണറിന്ന് മേലോട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്ത കോണറിന്ന് മേലോട്ട് 6 ഇഞ്ചിൻ്റെ അവിടേക്ക് ഇങ്ങനെയൊന്ന് വരച്ചിട്ടെടുക്കാം. ഇനി എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക്. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ്റെ ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതേ നമുക്ക് ഇങ്ങനെ ഒരു കോണായിട്ടുള്ള ഒരു പോർഷനാവും കിട്ടുക. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ബോട്ടം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ 2 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും മുകൾ വശത്ത് ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു വശത്ത്. പിന്നെ മറ്റേ വശത്ത് നമുക്ക് സെൻറ്റർ വരുന്ന വശത്ത് ഒരു 13 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 13 ഇഞ്ച് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ചില മടക്ക് വരുന്ന അവിടെ 13 ഇഞ്ചും, പിന്നെ നമ്മൾ കോർണറിൽ ഈ വശത്ത് അറ്റത്ത് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങോട്ട് 13 6 ഇഞ്ചിലോട്ട് നേരെ നീട്ടി വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി 34.5 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇനി 13 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 28 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് 34.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുതൽ 28 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെ നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുക താഴെ. എന്നിട്ട് താഴെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ താഴെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ മേലെയും കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ
ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മേലെയും കട്ട് ചെയ്ത് മാറ്റുക, താഴെയും കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. താഴെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, മേലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ബാക്ക് വശം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ ലൈനിങ് വെക്കാം. എന്നിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുത്തിട്ട് ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നെക്ക് ലൈൻ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തിൻ്റെ ബോട്ടം പോർഷനിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെക്കുകയാണ്. നമ്മൾ സെൻറ്ററിൽ നിന്നാണ് പ്ലീറ്റ്സ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുള്ളൂ. 2 വശത്തോട്ടും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് സെൻറ്ററിൽ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുത്തു, കറക്റ്റ് സെൻറ്ററിൽ. എന്നിട്ട് നമ്മൾ വശങ്ങളിൽ പ്ലീറ്റ്സ് ഇടുക ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് ഇങ്ങനെ പിൻ ചെയ്ത് പോവുക ചെയ്യുന്നത്. വളരെ ചെറിയ പ്ലീറ്റ്സ് ആട്ടോ ഇടുന്നത്. ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ അയൺ ചെയ്യുന്നില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അയൺ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ തന്നെ അയൺ ചെയ്ത് പോവുക വെച്ചാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരു വശം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് ബോഡിയുടെ അവിടെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടണം. അവിടെ പ്ലീറ്റ് ചെയ്തിട്ടില്ല, 2 ഇഞ്ച് അവിടെ ഒന്ന് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സ് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വശം അങ്ങനെ ചെയ്തിട്ടെടുത്ത് ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ 2 വശത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു, സ്റ്റിച്ച് ചെയ്യോടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് പോർഷനായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കണം. ടോപ്പ് പോർഷൻ്റെ നല്ല വശവും ബോട്ടത്തിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് വി ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ സിമ്പിളാണ്, ഒന്ന് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ ടോപ്പ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചു. എന്നിട്ട് 2 വശത്തോടും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 ഇഞ്ച് ഓൾറെഡി നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. 2 ടോപ്പും അതേപോലെ ബോട്ടത്തിനും നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്തു. പിന്നെ സ്ലീവ്സും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. കാരണം ഞാനിവിടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല, എല്ലാ വീഡിയോസിലും കാണിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് ലെങ്ത്തായി പോകാതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്തിട്ട് എടുത്തില്ല. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലൈനിങ് നമ്മൾ അടിവശം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അത് സ്ലീവിൻ്റെ അവിടുന്ന് മുതൽ താഴെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. സ്ലീവിൻ്റെ അവിടുന്ന് തുടങ്ങി താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം, 2 വശം കേട്ടോ. അപ്പോൾ ബോഡി നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടെടുത്തു. ബോഡി നമ്മൾ 2 വശം അറ്റാച്ച് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ അടിവശം, നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അടിവശം ഒന്നെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റോൾഡ് ഹെം ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ റോൾഡ് ഹെം ആണ് ചെയ്യുന്നത്. റോൾഡ് ഹെം ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താഴെ നമ്മൾ റോൾഡ് ഹെം ഒക്കെ ചെയ്തു. റോൾഡ് ഹെം ചെയ്യുന്ന കുറച്ചുകൂടെ നല്ല കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് പറയാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.